ഹായ് ഓൾ. CSIR നെറ്റ് ഗേറ്റ് കോച്ചിങ്ങിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സ്കോളർ സ്ക്വാഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. ഒരു ആൽക്കീൻ തന്നിട്ടുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന റിയേജൻസ് എന്ന് പറയുന്നത് മെർക്കുറി 2 അസറ്റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്ടർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് PCC ആയിട്ടുള്ള റിയാക്ഷൻ. PCC എന്ന് പറയുമ്പോഴത്തേനും പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ആണ്. ദെൻ തേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് NaOH ആയിട്ടുള്ള റിയാക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽക്കീൻ ഫൈനൽ പ്രോഡക്റ്റ് എന്തായിട്ടായിരിക്കും മാറുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക? നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, റിയേജൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. ആ റിയേജൻസിനെ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് മെർക്കുറി 2 അസറ്റേറ്റ് ആണ് തന്നേക്കുന്നത്, കൂട്ടത്തിൽ വാട്ടർ മോളിക്യൂളും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മെർക്കുറി 2 അസറ്റേറ്റ് ആൽക്കീൻ തന്നിട്ടുണ്ട്, മെർക്കുറി 2 അസറ്റേറ്റും വാട്ടർ മോളിക്യൂളും തന്നു കഴിഞ്ഞാൽ എന്താണ്, ആൽക്കീന് തന്നിട്ടുണ്ട്, പിന്നെന്താണ് നമുക്ക് തന്നേക്കുന്നത് മെർക്കുറി 2 അസറ്റേറ്റ് ആണ് തന്നേക്കുന്നത്, അതേപോലെ തന്നെ വാട്ടറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സി മെർക്കുറേഷൻ ആയിരിക്കും. ഓക്കെ, എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഓക്സി മെർക്കുറേഷൻ. അതെങ്ങനെയായിരിക്കും നടക്കുക? അതിന്റെ മെക്കാനിസം നമുക്ക് നോക്കാം. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഫുൾ മെക്കാനിസം ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓക്സി മെർക്കുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, മെർക്കുറിയിനകത്ത് ലോൺ പെയർ ഉണ്ടല്ലോ, ആ ലോൺ പെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ലോൺ പെയർ നമ്മുടെ ആൽക്കീനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഒരു എന്താണ് 3 മെമ്പേർഡ് റിങ് ഫോം ചെയ്യുന്നു. മെർക്കുറി ആയിട്ടൊരു 3 മെമ്പേർഡ് റിങ് ഫോം ചെയ്യുന്നു. എങ്ങനെയാണ് ഫോം ചെയ്യുക? ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ബ്രോമോണിയം അയോൺ ഫോം ചെയ്യുന്നത് പോലെ തന്നെ മെർക്കുറീനിയം അയോണും ഫോം ചെയ്യും. എന്ത് അയോൺ ഫോം ചെയ്യും? മെർക്കുറീനിയം അയോൺ ഫോം ചെയ്യും. എങ്ങനെയാണ് ഫോം ചെയ്യുക? നമുക്ക് അതിനെ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, HG ഉണ്ട്. HG എന്ത് ചെയ്തു? HG അതിൻ്റെ ലോൺ പെയറിനെ കൊടുത്തതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറി. ദെൻ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇവിടെ അടുത്ത ഒരു 3 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. ആ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുറത്തേക്ക് ലീവ് ചെയ്ത് പോകുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? OAC. ഇങ്ങനെ ഒരു 3 മെമ്പേർഡ് റിംഗ് സ്പീഷ്യസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സി മെർക്കുറേഷൻ എന്ന് പറയും. ഇതിന്റെ കൂട്ടത്തിൽ സാധാരണ ഡീമെർക്കുറേഷൻ നടക്കുക എന്ന് പറയുമ്പോഴത്തേന് സാധാരണ ഒരു റിയേജന്റൂടെ നമുക്ക് തരേണ്ടതാണ്. എന്താണ്? സോഡിയം ബോറോഹൈഡ്രേറ്റ് തരണം. സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡീമെർക്കുറേഷൻ സ്റ്റെപ്പിനെ സഹായിക്കുന്നു. എങ്ങനെയാണ് സഹായിക്കാന്ന് വെച്ചാൽ, അതെന്ത് ചെയ്യുന്നു, ഈ മെർക്കുറി ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ മെർക്കുറി ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഇപ്പോഴല്ല ബ്രേക്ക് ആവുക, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. വാട്ടർ മോളിക്യൂൾ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ H2O തന്നിട്ടുണ്ട്. H2O എന്ത് ചെയ്യും? H2O എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യും. H2O എവിടെയാണ് അറ്റാക്ക് ചെയ്യുക? അതാണ് നമുക്ക് അറിയേണ്ടത്. 2 കാർബൺ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബണും ഉണ്ട്. ഓക്കെ, 2 കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ മെർക്കുറിയിൽ പോസിറ്റീവ് ചാർജ് വന്നു. എവിടെ ഒരു സിസ്റ്റത്തിൽ ചാർജ് വന്നാലും ആ ചാർജ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ശ്രമിക്കും. കാര്യം ചാർജ് വരിക എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അപ്പം ആ ചാർജ് ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ ബോണ്ടിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, 2 പോസിബിലിറ്റിയാണ്, 2 കളർ വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, എവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. എവിടെയായിരിക്കും വരിക? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏത് കാർബോക്യാറ്റോൺ ആണോ കൂടുതൽ സ്റ്റേബിൾ ആ കാർബോക്യാറ്റോൺ ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇത് 2 സ്റ്റെപ്പായിട്ട് നടക്കുന്ന കാര്യമല്ല. മെക്കാനിസം ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റേബിൾ കാർബോക്യാറ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുള്ളിടത്തൂടെ ആയിരിക്കും എന്താണ് റിംഗ് ഓപ്പണിങ് നടക്കാം. ഇവിടെ എന്താണ്? സെക്കൻഡറി കാർബോക്യാറ്റോൺ ആണ് വരുന്നത്. ഇതെന്ന് പറയുന്ന പ്രൈമറി കാർബോക്യാറ്റോൺ ആണ്. കാർബോക്യാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നമുക്കറിയാം. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ടെർഷറി ആണ്. ദെൻ സെക്കൻഡറിയേക്കാൾ സ്റ്റെബിലിറ്റി കുറവ് പ്രൈമറിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ റിംഗ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടെ ആയിരിക്കും നടക്കാം. ഓക്കെ, ആ സൈഡിൽ കൂടെ റിംഗ് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും?
റിങ് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കൂടെ വാട്ടർ മോളിക്യൂൾ അറ്റാക്ക് ചെയ്യുന്നത് വഴിയായിരിക്കും റിങ് ഓപ്പണിംഗ് നടക്കുക. കണ്ടോ, ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടല്ലേ, ആ വാട്ടർ മോളിക്യൂൾ ആയിരിക്കും ആ എന്താണ് പറയുന്നത് കാർബണിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. വാട്ടർ ചെന്നിട്ട് കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു. H2O, ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്, അതിലെ ഒരു ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുക എന്ത് ചെയ്തു, HgOAC ഗ്രൂപ്പ് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ OH2+ കിട്ടി. ഓക്കെ, ഈ H2+നെ കളയാൻ എന്ത് ചെയ്യണം, അതായത് വീണ്ടും ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജ് സ്പീഷീസ് അല്ലെങ്കിൽ ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, H2O ആയതുകൊണ്ട് ഇവിടെ ഇതിനകത്തുനിന്ന് ഒരു H+ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറി, OH ആയിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആക്ച്വലി നമുക്കിവിടെ ഒരു സോഡിയം ബോറോഹൈഡ്രേറ്റ് കൂടെ തരേണ്ടതുണ്ടായിരുന്നു. അത് അവർ റിയാക്ഷനിൽ തന്നിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തുകൊണ്ട് ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കണം, സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ Hg ബോണ്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഹൈഡ്രജൻ വരുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു ഹൈഡ്രജനും പിന്നെ OH. ഇതെന്താണ്, ഒരു ആൽക്കഹോൾ നമുക്ക് കിട്ടി, സെക്കൻഡറി ആൽക്കഹോൾ. ഓക്കെ, ആക്ച്വലി ഇതിനെ നമ്മൾ പറയുന്നത്, ഈ ഒരു സ്റ്റെപ്പ് കൂടെ വരുമ്പോൾ ഇതിനെ പറയുന്നതാണ് ഡീമർക്കുറേഷൻ. ഈ ഓവറോൾ റിയാക്ഷനെ പറയുന്നതാണ് ഓക്സിമർക്കുറേഷൻ, ഡീമർക്കുറേഷൻ. ഓക്സിമർക്കുറേഷൻ, ഡീമർക്കുറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് മെർക്കുറി 2 അസറ്റേറ്റും വാട്ടറും ആൻഡ് സോഡിയം ബോറോഹൈഡ്രേറ്റ്. ഓക്കെ, ഇവിടെ ഓവറോൾ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് മാർക്കോണിക് ഓക്സൈഡ് അഡീഷൻ ആണ് വരുന്നത്. മാർക്കോണിക് ഓക്സൈഡ് അഡീഷൻ എന്തിൻ്റെയാണ് മാർക്കോണിക് ഓക്സൈഡ് അഡീഷൻ നടക്കുന്നത്, വാട്ടറിൻ്റെ മാർക്കോണിക് ഓഫ് അഡീഷൻ. മാർക്കോണിക് ഓഫ് അഡീഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ്, നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം ഗോസ് ടു കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് നമ്മുടെ മാർക്കോണിക് ഓഫ് റൂള്. അതനുസരിച്ചിട്ടുള്ള അഡീഷനാണ് ശരിക്കും ഓക്സിമർക്കുറേഷൻ, ഡീമർക്കുറേഷൻ സ്റ്റെപ്പിൽ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആദ്യത്തെ റിയേജന്റ് വെച്ചിട്ടുള്ള റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് PCC എന്ന് പറഞ്ഞാൽ എന്താണ്, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ആണ്. അതെന്ന് പറയുന്നത് പിരിഡീൻ പ്ലസ് CrCl3 പ്ലസ് HCl ഒരു മിക്സറിനെയാണ് നമ്മൾ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പ്രൈമറി ആൽക്കഹോളിനെ അത് എന്താക്കി മാറ്റും, ആൽഡിഹൈഡ് ആക്കി മാറ്റും. സെക്കൻഡറി ആൽക്കഹോളിനെ അത് കീറ്റോൺ ആക്കി മാറ്റും. പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോണുമായിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡറി ആൽക്കഹോളിനെ അത് എന്താക്കി മാറ്റും, അത് കീറ്റോൺ ആക്കി മാറ്റും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന കീറ്റോൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കീറ്റോൺ ആണ്. C ഡബിൾ ബോണ്ടോ ഇവിടെ 2 Hഉം ഇപ്പം CH3 എന്നുള്ള രീതിയിൽ ഒറ്റ രീതിയിൽ എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് റിയേജന്റ് എന്താണ് അവർ പറഞ്ഞേക്കുന്നത്, നെക്സ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത് NaOH ആണ്. ഒരു ബേസ് ആണ് വന്നേക്കുന്നത് അല്ലേ, ബേസ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും, ബേസ് എന്തായിരിക്കും സംഭവിക്കുക, ഈ ബേസും തന്നിട്ടുണ്ട്, നമുക്കൊരു കാർബണിൽ കോമ്പൗണ്ടും തന്നിട്ടുണ്ട്. എന്തായിരിക്കാം അവിടെ നടക്കാൻ സാധ്യതയുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്, അവിടെ നടക്കാനുള്ള സാധ്യതയുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം, ആൾഡോൾ റിയാക്ഷൻ ആയിരിക്കാം അല്ലേ. ആൾഡോൾ കണ്ടൻസേഷൻ, സെൽഫ് കണ്ടൻസേഷൻ ഓഫ് കാർബണിൽ കോമ്പൗണ്ട്സ്. കാർബണിൽ കോമ്പൗണ്ട്സ് തമ്മിൽ സെൽഫ് കണ്ടൻസേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, എന്തായിരിക്കും ആൾഡോൾ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ്. അതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് നമുക്ക് കിട്ടാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെക്കാനിസം നമുക്കറിയാവുന്നതാണ്. ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, സെൽഫ് കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും, ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. സെൽഫ് കണ്ടൻസേഷൻ ആണ് വരുന്നത്, ഡബിൾ ബോണ്ടോ, ദെൻ അടുത്ത മോളിക്യൂള് ഇതേ കീറ്റോണുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് അല്ലേ, ഡബിൾ ബോണ്ടോ. എന്ത് സംഭവിക്കും,
നമ്മളെങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രോഡക്റ്റ് സിമ്പിളായിട്ട് എഴുതുക? 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ ഇവിടെ. എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റിനെ എഴുതുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെക്കാനിസം നമ്മൾ റെഗുലർ ക്ലാസ് എടുക്കുന്നവർക്ക് ഡീറ്റെയിൽഡ് മെക്കാനിസം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൽഡോൾ കണ്ടൻസേഷൻ്റെ ഒത്തിരി തന്നെ, അതായത് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ കിട്ടും നമുക്ക് പ്രോഡക്റ്റ്. C+O വന്നു. ദെൻ ആ കാർബൺ അവിടെ, കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് വന്നു. ദെൻ Me, ദെൻ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ബീറ്റ പൊസിഷനിൽ എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ആൽഡോൾ കണ്ടൻസേഷൻ്റെ കണ്ടൻസേഷൻ്റെ പ്രോഡക്റ്റ് നമുക്കറിയാം എന്തായിരിക്കും സാധാരണ ആദ്യം കിട്ടുന്ന ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ട് ആണ്. അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? A എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നതായിരിക്കും. താങ്ക് യു.